guys, welcome back to my YouTube channel. Jesus വ്ളോഗിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നാളെ ഫാദേഴ്സ് ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റുകളാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ നമുക്ക് കാണിക്കാൻ വേണ്ടി പോയി അപ്പോൾ നമുക്ക് കാണിക്കാൻ വേണ്ടി അത് ഞങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്ത് വെച്ചാൽ ഞങ്ങൾ ഒരു ഷീറ്റ് ഇതൊരു മുട്ടായി കവർ പോലെ ആക്കി വെച്ചാൽ ഇവിടെ തുറന്ന് വെച്ചാൽ ഇവിടെയും പൂട്ടിയിട്ട് പശിട്ടൊട്ടിച്ചു. അങ്ങനെ 2 പേപ്പർ. പിന്നെ ഞങ്ങൾ ചെയ്യണത് ഇങ്ങനത്തെ ഒരു ചാർട്ടിൽ സ്റ്റാർസ് കട്ട് ചെയ്ത് വയ്ക്കുകയാണ്. പിന്നെ നമ്മൾ അതിലൊരു എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു ലെറ്റർ ഇതിലാണ് അത് എഴുതുക. അതിൽ കൊള്ളോ ഇല്ലേന്ന് അറിയില്ല. ഇതിലാണ് നമ്മൾ ഈ ഒരു ഫുള്ള് എഴുതാൻ പോണത്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാം. അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലാസ്റ്റ് എന്തെങ്കിലും ഒരു വട്ടം പറയും, നിങ്ങളൊന്നും കൂടി ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും വീണ്ടും സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഹലോ, ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ ഇട്ട് പോകാം. അപ്പോൾ ഗൈസ് ഈ പേപ്പർസത്തെ ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയുണ്ട് ഗൈസ് അത് പറയും ഗൈസ്. അവളെ ഹാൻഡ് റൈറ്റിംഗ് അപ്പോൾ ഗൈസ് അവളെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ എഴുതിക്കൊണ്ടിരിക്കും. നമ്മൾ ഭയങ്കര സോങ്ങൊക്കെ ഉണ്ട് ഗൈസ്. ലൈവിൽ എടുക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം. പക്ഷേ സാഹചര്യം കാരണം പറ്റിയില്ല. അതുകൊണ്ട് നമുക്ക് ലൈവായിട്ടൊക്കെ കേൾക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പം കേൾക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ഇതൊക്കെ കട്ട് ചെയ്തതിൻ്റെ ശേഷം കാണാം. അപ്പോൾ ഗായ്സ് മൈജി കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഗായ്സ്. അപ്പം ഞാനേ മറ്റേത് എഴുതട്ടോ. അപ്പം ഞാൻ എഴുതിയിട്ടുണ്ട് ഗായ്സ്. അപ്പം ഇത് അവർക്ക് കൊടുക്കാണ് ഗായ്സ്. അപ്പോൾ ഗായ്സ് മൈജി എഴുതാൻ തുടങ്ങിയതാണ്. ഇതിലൊക്കെ എഴുതിക്കുന്നത് ചിലപ്പോൾ എല്ലാ അക്ഷരത്തെറ്റുണ്ടാവും. അപ്പോൾ എൻ്റെ കാല് തട്ടി ഗൈസ് നിലത്ത്. അപ്പോൾ മായ ചേച്ചിയുടെ ഹാൻഡ് റൈറ്റിംഗ് നമുക്കൊന്ന് കുറച്ച് എഴുതിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് പാക്കിങ്. അപ്പോൾ ഗായ്സ് മായ ചേച്ചിയുടെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗായ്സ് നമ്മൾ ഫുള്ളാക്കി കഴിഞ്ഞിട്ട് നോക്കട്ടെ ഗായ്സ്. ഇത്ര ആയിട്ടുള്ളൂ കേട്ടോ, കുറച്ചായിട്ടുള്ളൂ. അപ്പം മായ ചേച്ചിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണോ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണോ? അപ്പം ഇതിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗായ്സ് ഞാനിത് ഗ്ലേസിൻ്റെ പോലെ ഇതാ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ്. ഇവിടെ നമ്മൾ തുറന്നിട്ടുണ്ട്. തെളിച്ച അപ്പോൾ ഇവിടെ നമ്മൾ തുറന്നിട്ട് നമ്മളൊക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇടാൻ മായ ചേച്ചി എഴുതിക്കൊണ്ടിരിക്കുന്നു ഗായ്സ്. എഴുതി കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് സ്റ്റാർസ് ഒട്ടിക്കാം. സ്റ്റാർസ് ഒട്ടിക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫെവിക്കോൾ കൊണ്ട് ഒട്ടിക്കുകയാണ്. കുറച്ചിരിക്കണം കേട്ടോ. എവിടെ ഒട്ടിക്കണ്ടേ? പുറത്തോ? സൈഡിലൊട്ടിക്കും. നമ്മൾ ഈ വരച്ച ഭാഗമല്ല ഒട്ടിക്കണ്ടേ, അപ്പുറം ഭാഗമാണ് ഒട്ടിക്കേണ്ടത്. ഓക്കെ, കണ്ടോ? അപ്പം ഇങ്ങനെ വെച്ചാണ് ഒട്ടിക്കേണ്ടത്. ഇവിടെ ഫെവിക്കോളാക്കാം. ഞാൻ എത്ര എണ്ണം ഒട്ടിക്കണേ? എത്ര എണ്ണം മുറിച്ച്? 3 എണ്ണം മുറിച്ചിട്ടുള്ളൂ. സ്റ്റാർസൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് ഗൈസ്. അപ്പോൾ ഗൈസ് നോക്കട്ടെ 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് ഗൈസ്. ഇത് കുറേ നേരമല്ലോ പറയാൻ കഴിഞ്ഞപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് ഒട്ടിക്കേണ്ടത്. ഇങ്ങനെ തിരിച്ചൊട്ടിക്കരുത് കേട്ടോ. ഇപ്പം 3 സ്റ്റാർസും കൂടി ഉണ്ട്. അപ്പം ഈ കട്ട് ചെയ്ത് ഈ സാരികൾ നമുക്ക് ഒട്ടിക്കാം.
നമുക്ക് ഇവിടെയൊക്കെ ഫെവിക്കോൾ ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഇങ്ങനെ ഇടാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഫെവിക്കോളൊക്കെ ഓരോ ഭാഗത്ത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. സോറി. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ ഒട്ടിച്ചു ഗൈസ്. എൻ്റെ ഈ വൈറ്റ് ആയതുകൊണ്ട് കാണുന്നുണ്ടാവില്ല. ഇനിയിപ്പോൾ മായ ചേച്ചിയും കൂടി ഒട്ടിക്കണം. മായ ചേച്ചിയും കൂടി ഒട്ടിക്കുമ്പോൾ കുറേ വൈറ്റ് നമുക്ക് കാണിച്ചു കൊടുക്കാം. എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. അപ്പം ഇത് നമ്മുടെ ഗായത്രീൻ്റെ ആണ്. ഈ ഫാദേഴ്സ് ഡേ ഞാൻ കുറച്ചുകൂടി കട്ടി കൂട്ടും. അയ്യോ പോയി ഗൈസ്. ഓക്കെ, ഇതാണ് ഗായത്രീൻ്റെത്. അയ്യോ തിരിച്ചു കിട്ടി. ഇതാണ് ഗായത്രീൻ്റെ ഹാൻഡ് റൈറ്റിംഗ്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് രസമല്ല. ഇതാണ് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ്. എൻ്റെ പേര് ശ്രേയ എന്നാണ്. അപ്പോൾ ശ്രേയ എന്ന് കമൻറ്റ് ഇടുന്നവർക്ക് കമൻറ്റ് ഇടാം, ഗായത്രി എന്ന് കമൻറ്റ് ഇടുന്നവർക്ക് കമൻറ്റ് ഇടാം. എനിക്ക് തോന്നണ മായ ചേച്ചി നിങ്ങളാണ് കമൻറ്റ്. എനിക്ക് തോന്നുന്നു കാവിൻ്റെയാണ്. എനിക്ക് വേണമെങ്കിൽ കാതുന്ന് വിളിക്കാം, ചിലപ്പോൾ മായ എന്ന് വിളിക്കാം, മായ മോൻ എന്ന് വിളിക്കാം. മായ വിളിക്കാൻ ചിലപ്പോൾ മായ മോൻ വിളിക്കാം. എനിക്കിഷ്ടമുള്ള പോലെ വിളിക്കാം. പക്ഷെ വേറെന്ത് വിളിക്കരുത്. ഞാൻ ഇത്രയും പറഞ്ഞതിൽ ഇഷ്ടമുള്ളത് വിളിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അതാണ് ഞാൻ എഴുതിയത്. നമുക്കിനി ഇത് ഒന്ന് മടക്കി ഭംഗി വിളിക്കാം. അപ്പം നമുക്ക് അത് കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഞാനിത് ഉദ്ദേശിക്കുന്നത് റോൾ ചെയ്തിട്ട് ഇവിടെ കെട്ടിയെടുത്താലോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ആ സാധനം എടുത്തരാം. ഇതോ ഈ ബോക്സിനകത്ത് ഗൈസ് ഒരു ഇതിൻ്റെ വീട്ടിൽ നിന്നുള്ള ഈ ഒരു സംഭവം നല്ല എന്താ പറയുക, ഇതാണ് ഇത് റെഡിയാക്കി എടുക്കുകയാണ്. കുറേ സംഭവം നമുക്ക് പുറത്തേക്കൊക്കെ ചാടി നമുക്ക് നമുക്ക് നേരെ ഇത് ഈ ഒരു ലെങ്ത്തിൽ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് നിങ്ങളോട് എല്ലാവരോടും ചോദിക്കുകയാണ്, നാളാണ് പെരുന്നാൾ. ആരൊക്കെ നിങ്ങളെ പെരുന്നാളിന് വിളിച്ചു? എത്ര പേര് വിളിച്ചു നിങ്ങൾ സംഖ്യ കമൻറ്റ് ചെയ്യണം. ചിലർക്ക് ആർക്കും വിളിച്ചിട്ടുണ്ടാവില്ല. വിളിച്ചില്ലെങ്കിലും സാരമില്ല. നിങ്ങൾ ഓണം ആഘോഷിക്കാം, അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷിക്കാം, അല്ലെങ്കിൽ ന്യൂ ഇയർ ആഘോഷിക്കാം. ഇതൊക്കെ ആഘോഷിക്കാനുള്ള അവസരം നിങ്ങൾക്ക് വീണ്ടുണ്ട്. അപ്പം ഇനി വിളിച്ചവർ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്തായാലും കമൻറ്റ് ചെയ്യണം. എത്ര ആൾക്കാരെ വിളിച്ച്, പേര് പറയണ്ട, എത്ര ആൾക്കാരെ വിളിച്ചതെന്ന് പറയാം. അപ്പം ഞങ്ങളെ വിളിച്ചിട്ടൊന്നുമില്ല, എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചു, ഓളെ ഫ്രണ്ട്സും വിളിച്ചു. അപ്പം ഇനി വീട്ടിൻ്റെ അടുത്തുള്ളവരൊന്നും അങ്ങനെ വിളിച്ചിട്ടില്ല. അത് അവരുമ്മ, അല്ലെങ്കിൽ ഒരുമ്മ ഞങ്ങൾ അമ്മനെ വിളിച്ചിട്ടായിരിക്കും പറയുക. അത് ഞങ്ങൾ അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു നീണ്ടൊരു ഇത് മുറിച്ചെടുക്കുക എന്ന് വെച്ചാൽ ഈ സംഭവം മുറിച്ചെടുക്കുക. അത് ഞാൻ ഇവിടെ വീണ്ടും കട്ട് ചെയ്യാണ്. അപ്പോൾ ഗായ്സ് മായ ചേച്ചി ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇത് നമുക്കിങ്ങനെ ഇങ്ങനത്തെ റോളാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ സംഭവത്ത് കിട്ടിയതെടുത്ത് നമ്മൾ കെട്ടിയതിന് ശേഷം കാണിച്ചു തരാം. എന്ന് വെച്ചാൽ എങ്ങനെ കെട്ടുന്നത് എന്ന് വെച്ചാൽ സാധാ പോലെ ഒരു പൂമ്പാറ്റ കെട്ടാണ്. ഗേൾസ് ഇത് എന്ത് ഗേൾസ് അത് ഒട്ടിക്കേണ്ടി വരും. ഇങ്ങനെ ഫെവിക്കോൾ കൊണ്ട് ഒട്ടിക്കേണ്ടി വരും. അത് കൊട്ടുമോ? ട്രൈ ചെയ്ത് നോക്കാം. ഇരിക്കുക പറയാനൊരു മടി ഗൈസ്. നല്ല പേടിയോടെ നമ്മളത് മുറുക്കി കെട്ടി. അപ്പൊ സാധനം സെറ്റായിട്ട് ഗൈസ് നമുക്ക് രണ്ടെണ്ണം ശരിയാക്കിയിട്ട് കാണാം ചെയ്യണം. അപ്പൊ ഗൈസ് ഇത് നമ്മൾ വെറുതെ ഗൈസ് മാജിസ്റ്റൊരു സാധനം ഞാൻ അറിയാതെ ഇരിക്കാഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചതാണ്. അപ്പോഴേക്കും മാജിച്ചി പിടിച്ചു വാങ്ങി ഗൈസ്. ശരി ഗൈസ് സാരമില്ല. അത് നമുക്ക് അടുത്ത ഉരുട്ടിയിട്ടുണ്ട്. പൊട്ടാതെ നിൽക്കേണ്ടത് മാജിച്ചിട്ട് പൊട്ടിയിരിക്കുന്നു. അടുത്ത് ഒരു വലിയ പീസാണ് പൊട്ടാതെ എന്തിയിലാവട്ടെ.
വട്ടം അടക്കട്ടെ. പൊട്ടിയോ? ഇപ്പം ഗൈസ് മായ ചേച്ചീൻ്റെ ഞാൻ തന്നെ ചെയ്യണം, തന്നെ ചെയ്യണം. സാരമില്ല, അത് ചെയ്യാം. മറ്റേ ചെയ്തോ? മറ്റേത് ചെയ്തു. ഇതെന്തായി വൈറ്റ്? അത് വെറുതെ ഒട്ടിച്ചതാ. വൈറ്റ് ഇതിൽ ഒട്ടിക്കണ്ട കേട്ടോ. വൈറ്റ് വേണ്ട, ഇത് പറിച്ചിട്ട് വേണ്ട കേട്ടോ. ഇത് കാണില്ലല്ലോ. അറിയത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതാക്കണേ ടേബിളാക്കി ഒട്ടിച്ച് തന്നു. അപ്പോൾ ഗൈസ് മായ ചേച്ചി ഇതുപോലെ വെട്ടുകയാണ്. അവൾ വെട്ടട്ടെ. ഇത് വെട്ടുമോ? പണിപാളി ഗൈസ്. ചിരിക്കോ? ഒന്നുകൂടി സ്മൈൽ പ്ലീസ്. അതിലട്ടോ ചിരിക്കൂ. മായ ചേച്ചി ഒട്ടിക്കുകയാണല്ലോ, വെട്ടുകയാണ്. അതിൻ്റെ പുറത്തില്ലേ അപ്പോൾ ഗൈസ് ഇതിൻ്റെ പുറത്ത് ഹാപ്പി ഫാദേഴ്സ് എഴുതാം. ഫാദേഴ്സ് ഡേ. അത് നമുക്ക് പെൻസിൽ കൊണ്ട് എഴുതാം. ചിലപ്പോൾ തെറ്റാണെങ്കിൽ ഞാനിങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. ഗായത്രി ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പം നമ്മൾ എഴുതിക്കൊണ്ട് നിൽക്കണം അല്ലേ. അപ്പോൾ എഴുതി കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് ഞങ്ങൾ പറയാം. അപ്പം മായ ചേച്ചിയുടെ കാണിച്ചെടുക്കും. മായ ചേച്ചിയെ ഓ ബ്യൂട്ടിഫുൾ. ഇത് നോക്കൂ, ബ്യൂട്ടിഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. രണ്ടും ബ്യൂട്ടിഫുൾ ആണ് ഗൈസ്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. ഇത് എൻ്റെത്, ഇത് ഗായത്രി. യെസ്. പിന്നെ സാധനങ്ങളൊക്കെ ഞങ്ങൾ നാളെയാണല്ലേ, നാളെ അല്ലേ ഇടണത് സാധനങ്ങൾ. മാറും എന്ന് വെച്ചാൽ നാളെയാണ് ഇടുന്നത്. സാധനങ്ങൾ വയ്ക്കാൻ പറ്റില്ല, എന്നാൽ വൈകുന്നേരമാണ് തീരുമാനിച്ചത്. അപ്പോൾ ഗൈസ് ഇതൊക്കെ സെറ്റാക്കി വെക്കണം. ഇതൊക്കെ സെറ്റാക്കിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞത് വെറുതെയാണ്. ഞങ്ങൾ അതൊക്കെ കയറി പിച്ചി വേസ്റ്റ് ബാസ്ക്കറ്റ് ഇട്ട് ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അത് നിർത്താനായിട്ടുള്ളതൊക്കെ കാണിച്ചു. അല്ല ലാസ്റ്റ് കാണിച്ചെടുക്കാം. ലാസ്റ്റ് വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ടതോ? അതല്ല. ഗൈസ് ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ഗൈസ് ഇതാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഫൈനൽ ലുക്ക് ഇതാണ്. പിന്നെ ഇതിന് കുറച്ച് ക്യാൻഡീസൊക്കെ ഇട്ടും. അപ്പോൾ ക്യാൻഡീസ് ടുമാറോ ഞങ്ങൾ മേടിക്കുള്ളൂ. ഇപ്പോൾ സൺഡേ ആയതുകൊണ്ട്. അപ്പം ഞാൻ ബേക്കറി ചെറുതായിട്ടൊരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചെറുതായിട്ട് മലയാളത്തിൽ നിന്ന്. പക്ഷെ ഇതിൽ ഞാനൊന്ന് ഓൾ എഴുതും കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ നേരെ പോവാണ് ഗൈസ്. ഇതൊക്കെ റിബണ് പോകുന്നു ഗൈസ്. അപ്പം നേരെ അപ്പം ഇത്രയുള്ളൂ. ഗുഡ് നൈറ്റ് ആൻഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ് എല്ലാവർക്കും എൻ്റെ വക. അപ്പം നമുക്ക് ചുമ്മാ നാളത്തെ വീഡിയോയിലോട്ട് വീണ്ടും അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ. അപ്പം നിങ്ങൾ ഓരോ അച്ഛന്മാർക്കും എൻ്റെ വക അഡ്വാൻസ് ഹാപ്പി ഫാദേഴ്സ് ഡേ. എല്ലാവർക്കും സ്നേഹത്തോടെ എല്ലാവർക്കും ഹാപ്പി ഫാദേഴ്സ് ഡേ. ബൈ ബൈ ബൈ.